വയനാട് ദുരന്ത മേഖലകളിൽ ഇന്ന് വീണ്ടും ജനകീയ തെരച്ചിൽ തുടരുകയാണ്. 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. വിവിധ യുവജന സംഘടനകളും തെരച്ചിലിനിറങ്ങി. 2000-ഓളം പേരാണ് ഇന്നത്തെ തെരച്ചിലിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പുകളിൽ ഉള്ള സന്നദ്ധരായവരെയും തെരച്ചിലിൽ ഉൾപ്പെടുത്തും. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 126 പേരെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. അതേസമയം ദുരന്ത ഭൂമിയിലെത്തിയ വനമന്ത്രി കെ ശശീന്ദ്രൻ വികാരാധീനനായി. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ഇനിയും 126 പേരെ കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം. ഏകദേശം 2000-ഓളം ആൾക്കാർ, സന്നദ്ധ പ്രവർത്തകരടക്കം ഈ ഒരു തെരച്ചിലിൽ പങ്കാളികളാകുമ്പോൾ ഈ ഒരു തരത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. തീർച്ചയായും കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ 2000-ലധികം ആളുകളാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത്. രാവിലെ മുതൽ രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത്. ആ രജിസ്ട്രേഷൻ ചെയ്ത ആളുകളാണ് ഇത്തരത്തിൽ ഇവിടേക്ക് ഈ തെരച്ചിൽ നടത്തുവാൻ എത്തുന്നത്. അതായത് പുറമേ നിന്നും ആളുകൾ അധികം എത്താതിരിക്കാൻ, പ്രദേശവാസികളാണെന്ന് ഉറപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ സന്നദ്ധ പ്രവർത്തകരാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രമാണ് ഈ പ്രദേശത്തേക്ക് ഏവരെയും കടത്തിവിടുന്നത്. ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള ഒരു തെരച്ചിൽ നടക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോഴും JCB, ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുന്നു. സന്നദ്ധ പ്രവർത്തകരടക്കം ഇവിടെ എത്തി ആ തെരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ജനപ്രതിനിധികളടക്കം, നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ AK ശശീന്ദ്രൻ അടക്കം ഇവിടെ എത്തിക്കൊണ്ട് വികാരവിധേയനാവുന്ന ഒരു രംഗമടക്കം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വലിയ ഒരു വിഷമതകൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ക്യാമ്പുകളിലുള്ളവരടക്കം ഇവിടെ വന്ന ആ തെരച്ചിലിന് ഒപ്പം കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഏറെ ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവർ വരുന്നത് തങ്ങളുടെ വീടുകളിലേക്കാണ്. ആ വീടുകളിലും തങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തേക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലത്തേക്കുമാണ് അവർ എത്തുന്നത്. അല്ലെങ്കിൽ അവരുടെ വീടുകൾ, മണ്ണിനടിയിലുള്ള വീടുകളിലേക്കാണ് അവർ എത്തുന്നത്. അവിടെ എത്തിയാണ് ഇവർ തെരച്ചിൽ നടത്തുന്നത്. അത്തരത്തിൽ വലിയ വികാരപരമായിട്ടുള്ള, അല്ലെങ്കിൽ വികാരജനമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ JCB അടക്കം ഉപയോഗിച്ച്, ഹിറ്റാച്ചി അടക്കം ഉപയോഗിച്ച് ഇവിടെ തെരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും എത്രത്തോളം മണ്ണാണ് ഇപ്പോൾ എടുത്തു മാറ്റുന്നതെന്നത്. അതായത് ഈ മൺകൂനയുടെ അത്രയും മൺകൂനകൾ എടുത്ത് മുകളിലേക്ക് അട്ടിയായി ഇടണമെങ്കിൽ അതിനു മടിയിൽ എത്രയോ മനുഷ്യ ജീവനുകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള തെരച്ചിൽ ഇനിയും തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള തെരച്ചിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല 6 സോണുകളായി തിരിഞ്ഞാണ് ഈ തെരച്ചിൽ നടക്കുക. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, അതുപോലെ തന്നെ ചൂരൽമല, പിന്നീട് ഈ ചാലിയാറിൻ്റെ തീരങ്ങളിൽ അടക്കമുള്ള സ്ഥലങ്ങളൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ തെരച്ചിൽ നടത്തുന്നത്. ഈ തെരച്ചിലിൻ്റെ ഭാഗമായി നിരവധി സന്നദ്ധ സംഘടനകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകൾ ഇവിടെ എത്തി ആ തെരച്ചിൽ നടത്തുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. KP അർജുൻ പറഞ്ഞതുപോലെ തന്നെ 6 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു തെരച്ചിൽ, പ്രത്യേകിച്ച് പ്രദേശവാസികളെ അടക്കം ഉൾപ്പെടുത്തി, സന്നദ്ധ പ്രവർത്തകരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധന. ഒപ്പം ഈ ദുർഘടമായ ചില സ്ഥലങ്ങളുണ്ട്, പ്രത്യേകിച്ച് പുഴയോരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ. അവിടെ സൈന്യമാണ് ഇപ്പോഴും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സൈന്യത്തോടൊപ്പം തന്നെ വിദഗ്ധ പരിശീലനം ലഭിച്ചവരാണ് അത്തരം മേഖലകളിൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ ദുർഘടമായ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ സൂചിപ്പാറ പോലെയുള്ള മേഖലകളിലടക്കം ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട്. സൈന്യത്തിനടക്കം എത്തിച്ചേരാൻ കഴിയാത്ത പല സ്ഥലങ്ങളും ഈ പ്രദേശങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ചാലിയാറിൻ്റെ തീരത്തടക്കം ഇത്തരത്തിൽ ഫോറസ്റ്റ് ഏരിയകളുണ്ട്. ആ ഫോറസ്റ്റ് ഏരിയകളിലേക്ക് ചിലപ്പോൾ ഈ മൃതദേഹങ്ങളൊക്കെ അടിഞ്ഞിരിക്കാം. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം 2 മൃതദേഹങ്ങളാണ് ഈ ഒരു സൂചിപ്പാറ പ്രദേശത്ത് നിന്നും കണ്ടെത്തിയത്. 2 മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവ റോഡ് മാർഗം എത്തിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നടന്നുകൊണ്ട് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് എയർലിഫ്റ്റ് ചെയ്താണ് ആ ഒരു മൃതദേഹം പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇവിടെ ഏകദേശം 20ഓളം മൃതദേഹങ്ങളോ ഉണ്ട് എന്നുള്ളതാണ് അവിടെ പോയ രക്ഷാപ്രവർത്തകരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് എത്തിപ്പെടാനുള്ള ശ്രമമാണ് വരും ദിവസങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതലായി തെരച്ചിൽ നടക്കുന്നത് ചാലിയാറിൻ്റെ തീരത്താണ്. ഇത്തരത്തിൽ ചാലിയാറിൻ്റെ തീരത്തേക്കാണ് നിരവധി മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം ഒഴുകി പോകുന്നത്. ആ ഒരു മൃതദേഹങ്ങൾ
കണ്ടെത്തുന്നത് ഈ ചാലിയാറിൻ്റെ തീരത്ത് വെച്ചാണ്. അത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ ചൂരൽമഴയിൽ നിന്നടക്കം ഒഴുകിപ്പോയിട്ടുള്ള മൃതദേഹങ്ങൾ അത്രയും ദൂരം എത്തണമെങ്കിൽ എത്ര വ്യാപ്തിയിലായിരിക്കും അല്ലെങ്കിൽ എത്ര ശക്തിയിലായിരിക്കും ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം ഇവിടെ വന്ന് കാര്യങ്ങൾ വീക്ഷിക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ കേരള സർക്കാർ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് മെമ്മോറാണ്ടം നൽകുവാൻ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസ് അടക്കം കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏത് തരത്തിലുള്ള സഹായം തങ്ങൾ തയ്യാറാണ്, അത്തരത്തിലുള്ള സഹായങ്ങൾക്കെല്ലാം തങ്ങൾ തയ്യാറാണെന്ന് മുൻപുണ്ടായ അനുഭവം വെച്ച് അല്ലെങ്കിൽ ഗുജറാത്തിലെ ഈ ഒരു പ്രശ്നമൊക്കെ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് കേരളം. അത്തരത്തിൽ തന്നെ കേരളം തങ്ങളുടെ ഭാഗങ്ങൾ ക്ലിയറാക്കി പ്രധാനമന്ത്രിയോട് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട കുട്ടികളുണ്ട്, മാത്രമല്ല കുടുംബങ്ങൾ, അതായത് വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങളുണ്ട്. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഈ ഒരു കാര്യത്തിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഒരു റിപ്പോർട്ട്, ഡീറ്റെയിൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് അയക്കുമെന്നുള്ളതടക്കം പറയുന്ന സാഹചര്യമുണ്ട്. ശാസ്ത്രജ്ഞന്മാരടങ്ങുന്ന ഒരു സംഘം 19-ാം തീയതി ഈ പ്രദേശം, അതായത് ഈ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഇനിയുള്ള മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയുവാനുള്ള സാഹചര്യം പഠിക്കുവാൻ അവർ 19-ാം തീയതി എത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് കിട്ടുന്ന വിവരം. ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. 6 സോണുകളായി തിരിഞ്ഞുകൊണ്ടാണ് തെരച്ചിൽ. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.